ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. മഴേൻ്റെ ഇന്നലെ വൈകുന്നേരം നമുക്ക് നല്ല അടിപൊളി മഴ കിട്ടി കേട്ടോ. ആ മഴയൊക്കെ കൊണ്ട് ഷാട്ടം നനഞ്ഞാട്ടോ വന്നത്. പണി കഴിഞ്ഞിട്ട് 5:30 ആയപ്പോൾ അതിൽ സാധനമൊക്കെ വാങ്ങിയപ്പോൾ ബാക്കി പൈസക്ക് 2 സിപ്പപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 രൂപേൻ്റെ ഓരോന്ന്. അത് നമ്മൾ ഇത്രയും ആളില്ല, ഷാട്ടം തന്നെ അതിന് കത്തിയെടുത്ത് പീസാക്കി എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു കേട്ടോ. അരെ മഴയത്ത് ഇങ്ങനെ ഐസൊക്കെ തിന്നുമ്പോൾ രസമല്ലേ. അവർ കുറേ നേരം മഴേനെയൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. മുറ്റത്തെ പ്ലാസ്റ്റിക്കൊക്കെ കീറിപ്പോയതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ നല്ല ചള്ളി പിളി അങ്ങോട്ടായിട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, ഫുൾ ഷീറ്റ് വാങ്ങി കെട്ടിയില്ലെങ്കിൽ മുറ്റമൊക്കെ ചളി പിടിയാവും. കുഞ്ഞാപ്പൂനാണ് ഈ മഴ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് വെള്ളത്തിലെല്ലാം പിടിക്കാൻ. പിന്നെ ഞാൻ ഈ അഴുക്ക് വെള്ളമല്ലേ വരുന്നതെന്ന് വിചാരിച്ച് ചീത്ത പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പിടിച്ചിരുത്തിയത്. നല്ലോണം ഒരു മഴ പെയ്തു കേട്ടോ. രാത്രി ഈ മഴകളോട് നല്ല തണുപ്പുണ്ടായിരുന്നു കിടക്കാൻ. അന്നേരം നമ്മൾ കുഞ്ഞാപ്പൂട്ട് ഉറങ്ങാണ്ട് വിട്ടിട്ടില്ല കേട്ടോ. അവൾക്ക് രാത്രി വെള്ളം കുടിക്കലും ദാഹവും പരവേശമൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലത്തെ വീഡിയോ ഉണ്ട്. ഇന്ന് രാവിലെ നമ്മൾ പച്ചരീൻ്റെ ഉപ്പുമാവും അതിന് കറിയായിട്ടുള്ളത് ഉള്ളി നന്നായിട്ട് നമ്മൾ മുട്ട റോസ്റ്റിനൊക്കെ വാട്ടുമ്പോൾ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തക്കാളി ഇട്ടിട്ടില്ല. അതായിരുന്നു രാവിലെ. ചക്കക്കുരു മാങ്ങയും കറിയാണ് കേട്ടോ. ഒന്ന് കുറേ ദിവസമായി ചക്കക്കുരു മാങ്ങയും കറി വെക്കണം വിചാരിക്കുന്നു. അന്നേരം ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചക്കടേൻ്റെ ബാക്കിയാണ് കേട്ടോ, കുമ്പളപ്പം പുഴുങ്ങിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരും കേട്ടോ. അന്നേരം ചക്കക്കുരു മാങ്ങയും കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മുറിച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചക്കക്കുരു മാങ്ങയും കൂടെ ഒന്നിച്ച് തന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അന്നേരം എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്. അന്നേരം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് രാവിലത്തെ ജഗപൊക്കെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം കേട്ടോ പോകാൻ. കുഞ്ഞാപ്പൂ ഇത് രാവിലെ തേങ്ങ ഉണ്ടായിരുന്നില്ല കറിക്ക് അരയ്ക്കാൻ. തേങ്ങ മേടിക്കാൻ പോയപ്പോൾ കോലുമുട്ടായി വാങ്ങിയിട്ട് വന്നിട്ട് അത് തിന്നണ്ട കേട്ടോ. രാവിലെ തന്നെ വെറും വയറ്റിലൊന്ന് കോലുമുട്ടായി ആണ് കേട്ടോ. അന്നേരം നമ്മൾ ചക്കക്കുരു മാങ്ങയിലേക്ക് ഞാൻ അരയ്ക്കുന്നത് അരമുറി തേങ്ങയും ചെറിയ ജീരകം 2 അല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചിട്ടൊഴിക്കുന്നത്. ചക്കക്കുരു മാങ്ങയും കറി ഉണ്ടെങ്കിൽ വേറൊരു കറി വേണ്ട, മരിച്ചോറ് തിന്നൂട്ടോ ഞങ്ങൾ. അന്നേരം എൻ്റെ അമ്മമ്മ ഇത് വെക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് എന്തോ ഒരു ഇഷ്ടമല്ല ചക്കക്കുരു മാങ്ങ എൻ്റെ അമ്മമ്മ വെക്കുന്നത്. അതെന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേ രീതിയിലൊക്കെ തന്നെ ഞാൻ വെക്കുക, പക്ഷെ ആ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. അതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. അന്നേരം അതിന് താളിക്കുന്നത് നമ്മൾ ഉള്ളീൻ്റെ ചെറിയ കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട്, കരിവേപ്പില കടുക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് താളിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചക്കക്കുരു മാങ്ങ കറി റെഡീനെ. ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താ പറയുക, നല്ല ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ കോമ്പിനേഷൻ. ചക്കക്കുരു മാങ്ങയും കറി ഒരു ഉണക്കമീൻ വറുത്തത് കൊണ്ട് സുഭിഷാണ് കേട്ടോ. ഇതിനോളം ടേസ്റ്റുള്ള ഒരു കറി ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ചോറ് തിന്നാൻ. എനിക്കിത് മാത്രം മതി കേട്ടോ ചോറ്. ഞാൻ രാവിലെ എന്നപ്പോൾ കടിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ രാവിലെ ചോറാണ് കേട്ടോ തിന്നത്. ഞാനും ചോറുന്ന് പൊന്നൂസും ചോറുന്ന്. ഷാണ് കൊണ്ടുകൊണ്ടോണ്ടാണ് കടി ഉണ്ടാക്കിയാൽ കടി ഉണ്ടാക്കില്ല. ചക്കക്കുരു മാങ്ങി കറി ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ നമ്മൾ ലേശം മത്തി മേടിച്ചിരുന്നു രാവിലെ. അതും കൂടെ അങ്ങോട്ട് വറുത്തു കേട്ടോ, കറി വെച്ചിട്ടില്ല. അന്നേരം മത്തി വറുക്കാണ്ട് ചെയ്ത് കുറച്ച് മത്തി ഉണ്ടായിട്ടുള്ളൂ. അന്നേരം അതങ്ങോട്ട് വറുത്തും വെച്ചു. വേറെ കാര്യമായിട്ട് മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പും മഞ്ഞളും മുളകും തന്നെ തിരുമ്മി അങ്ങോട്ട് വേഗം വറുത്തു. പിടിക്കാനൊന്നും വെച്ചിട്ടില്ല, സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. എന്നാണ് ഈ മഴ മൂടിയ ഒരു കാലാവസ്ഥ ഇരുന്നത്. വൈകുന്നേരം ആയപ്പോൾ മഴ നന്നായിട്ട് ഇടിച്ചു കുത്തി വരുന്നുണ്ട്. ഞാൻ വിറകൊക്കെ വാരി വെച്ചത് കൊണ്ട് തന്നെ എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ. ഇനി ടാർപ്പായി കൂടെ വാങ്ങിക്കിട്ടണം. ഇവിടെയൊക്കെ ടാർപ്പായി പൂച്ച കയറി ഓട്ടയാക്കിയിട്ട് എല്ലാം വെള്ളം ഇറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ മുകളിലേക്കുള്ള ടാർപ്പായി വാങ്ങിയിട്ടില്ല. അന്നേരം അതൊക്കെ കൂടെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ മഴക്കാലത്തേക്കുള്ളൊരു ടെൻഷൻ കുറച്ചങ്ങോട്ട് മാറിക്കിട്ടും. പിന്നെ ആഴ്ചക്ക് ഒരു പണിയാണെങ്കിൽ സാരില്ല, നമുക്ക് അങ്ങനെയും കഞ്ഞി കുടിച്ചോ, റേഷൻ അരി കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യത്തിലൊരു സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് സ്കൂൾ തുറക്കും ബാഗ് കുട ഇതൊക്കെ മേടിക്കാണ്ട് കേട്ടോ. അത് മേടിച്ചിട്ടില്ല. ഈ മാസം 2 മാസങ്ങളാണ് നമുക്ക് കല്യാണം വരെ കൂടുതൽ ചെക്കപ്പോക്ക് അങ്ങനെ ഉണ്ട്. ആഴ്ചക്ക് റെസ്റ്റ് ഇല്ലാത്ത ഓരോരോ പരിപാടികൾ അതുണ്ട് കേട്ടോ. അതും എല്ലാം കൂടി ആകുമ്പം നല്ലൊരു വഴിയാണ്. ചിലവ് കൂടുതലാണ് നമുക്ക് ഈ 2 മാസങ്ങളിലെല്ലാം കൂടെ. രാവിലെ അലക്കൽ പിടിക്കൽ പാത്രം കഴുകൽ എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ ഭയങ്കര പണിയുണ്ട്. എൻ്റെ കൈക്കാണെങ്കിൽ ഞാനൊന്ന് വീണതാണ്. എൻ്റെ തള്ള വിരൽ കുത്തിപ്പോയിട്ട് ഒന്നും പറയേണ്ട അവസ്ഥ, വേദനയും നീരും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു വിധത്തിലാണ് ഞാൻ പണികളൊക്കെ എങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ചെടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് എടുക്കാൻ നിർവാഹമില്ല, മക്കളല്ലേ. അവർക്ക് നേരത്തിനും കാലത്തിനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഈ കടന്നു പോയി കഴിഞ്ഞാൽ പണിക്ക് പോക്ക് കെട്ടിയവന്മാർക്ക് നടക്കില്ല, മക്കളെ കാര്യങ്ങൾ നടക്കില്ല, ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യുന്നേ വേണം. പാത്രം കഴുകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വിരലുകൊണ്ട് ഉരയ്ക്കാനൊക്കെ തള്ളവിരലിനൊരു ബലം കൊടുത്തിട്ട് ഒരു പണിയെടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ച് പിടിച്ച് അങ്ങോട്ട് ചെയ്യും. നേരെ നല്ല മഴയും കാറ്റും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ട് കുത്തിയിട്ടാട്ടോ വരുന്നത്. അതായത് ഞങ്ങൾ പോവുകയാണ്, ഞാനും ചക്കരയും കുഞ്ഞാപ്പും കൂടി കേട്ടോ പോകണം. രാവിലത്തെ എല്ലാ പണികളും ഒരുക്കി വെച്ച് അടിച്ചു വരി തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ പൊന്നു സ്കൂൾ കുട്ടിയോണ്ട് അവൾ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസൊന്നും കാണാത്ത കേട്ടോ. അവൾക്ക് ഇഷ്ടമില്ല അങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. നമ്മളെ സ്ഥലമൊക്കെ കണ്ടോ, നല്ല അടിപൊളി സ്ഥലമല്ലേ കാണാൻ. മേലെ മെയിൻ റോഡ് കൂടെ ഓട്ടോറിക്ഷ വന്നുണ്ടോ, അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷ ഇട്ടിട്ടോ. പിന്നെ ആശുപത്രി പോയ വീഡിയോസൊന്നും എടുത്തില്ല, ബസ്സിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നത്. എൻ്റെ കൈക്ക് കണ്ടോ, തള്ളവിരലിനുണ്ടോ ഒരു ചതവ്, നമ്മളെ ഈ കുഴയ്ക്കലിൻ്റെ അവിടെ തള്ളവിരലിൻ്റെ നടുഭാഗം കണ്ടോ ഒരു ചതവ് കിടക്കുന്നുണ്ടോ.
അന്നേരം അവിടെ നന്നായിട്ട് ചതവ് സംഭവിച്ചിട്ടുണ്ട്. അന്നേരം ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് വേണം, കൈക്ക് നീരല്ലെങ്കിൽ വരും, നന്നായി റെസ്റ്റ് എടുക്കണം. നമ്മളെ വീട്ടിലെ അവസ്ഥ നമുക്ക് നല്ല റെസ്റ്റല്ലേ കിട്ടും അല്ലേ. ഞാൻ വിചാരിച്ചു എനിക്ക് 8ൻ്റെ പണിയായി എന്ന് വെച്ചാൽ കൈ അത്രയ്ക്ക് വേദനയായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും കൈയൊക്കെ മുഴുവൻ തരിച്ച് ഒരു രക്തം പാസ് ചെയ്യൽ കുറഞ്ഞ പോലെയൊക്കെയുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ പേടിച്ചു പോയത് എൻ്റെ കയ്യായിട്ട് ഒടിഞ്ഞോ എല്ലാം കഴിയൂലേ. ഹായ്, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. വന്നിട്ട് ഇതാതെങ്ങനെ കുത്തിരിക്കുകയാണ്. ഇതാ കുഞ്ഞാപ്പുക്കുട്ടി മുട്ടായി തിന്നുന്നതാണ് കേട്ടോ. ഞാൻ ചക്കരയും കുഞ്ഞാപ്പും കൂടിയും പോയത് കേട്ടോ. അവള് മുട്ടായിൻ്റെ കവറ് പൊളിക്കുകയാണ്. അന്നേരം എൻ്റെ കൈ ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതാ തള്ള കാണാൻ പറ്റുമോ? ഈ തള്ള വിരൽ കുത്തിപ്പോയിട്ട് 2-3 ദിവസമായിട്ട് ഭയങ്കര വേദനയുണ്ട്. അന്നേരം നമ്മൾ കാണിച്ചപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല, ചതവുണ്ട് എന്നാണ് പറഞ്ഞത്. അന്നേരം മരുന്ന് തന്നിട്ടുണ്ട് ചതവിനുള്ള. അത് കുടിച്ചിട്ട് നോക്കണം എന്താവും എന്നറിയില്ല. നല്ല വേദന ഉണ്ട്, കൈ ഇങ്ങനെ അടങ്ങുന്നില്ല, ഇത്രയും വരുന്നുള്ളൂ. ഇങ്ങനെ ഇത് വെച്ചിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വേദന. പക്ഷെ കുറച്ച് ദിവസം കൈ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. നല്ല റെസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ നല്ല റെസ്റ്റാണല്ലോ. കാരണം ഞാൻ വിചാരിച്ച് വേറെ എന്തോ കാര്യമായിട്ട് പറ്റിപ്പോയിട്ടുണ്ട് വിചാരിച്ച്. തീരെ മടങ്ങുന്നുണ്ടായിട്ടില്ല, കൈ നല്ല വീക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുത്തി പറിക്കുക. രാവിലെ എണീക്കുമ്പോൾ കൈ ഫുള്ള് തരിപ്പായിരുന്നു. വെച്ചെന്തോ പറ്റിപ്പോയി വിചാരിച്ച്. എന്തോ ദൈവത്തിൻ്റെ കുരുത്തം കൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അന്നേരം നമ്മൾ ഉച്ചക്ക് ചോറിനാ സമയമായിട്ടോ. വരുമ്പോൾ 1 മണിയൊക്കെ ആകാനായി വന്നിട്ടുണ്ടായത്. വന്നപാട് ഞങ്ങളിതാ കൈയും കാലും മുഖലും കഴുകി വേഗം ചോറുന്നു കേട്ടോ. കുഞ്ഞാച്ചി വരുന്ന വഴിക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ ഞങ്ങൾ മാങ്ങ മേടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു, പഴുത്ത മാങ്ങ. അന്നേരം അതൊക്കെ തിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ചോറുന്നത്. അന്നേരം ചക്കര എന്തൊക്കെയോ രാവിലത്തെ ഉപ്മാവ് ലേശം ബാക്കി ഉണ്ടായില്ല, അത് അവൾ തിന്നു കേട്ടോ. കുഞ്ഞാപ്പൂ അത് തന്നെയാണ് കേട്ടോ തിന്നത്. ഞാനും പൊന്നും ചോറ് തിന്ന്. ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് വന്നതൊക്കെ ഊരിയിട്ടതൊക്കെ ഒന്ന് അലക്കിയിട്ട് ആശുപത്രി പോയതല്ലേ, അതൊക്കെ ഒന്ന് അലക്കിയിട്ടതിന് ശേഷം കുറച്ച് കുഞ്ഞാപ്പൂനെയും കുളിപ്പിച്ച് ഉറക്കിയ ശേഷം കുറച്ച് നേരം അവിടെ കിടന്നു കിട്ടുന്നു. രാത്രി ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ തലയൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ച് ചായയൊക്കെ വെച്ച് വരുമ്പോൾ പപ്സ് മേടിച്ചിട്ടാട്ടോ വന്ന. നേരം പപ്സും ഉണ്ട്, നമ്മളെ ഇന്നലത്തെ ചക്കാടേൻ്റെയും ഉണ്ട്, പിന്നെ അമ്മ ലേശം പാലുമാണ് തന്നിരുന്നത്. അതിട്ട് ചായയും വെച്ച് ആരെല്ലാം കൂടിയായി ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. ഇതെൻ്റെ കെട്ടിയത് നല്ല പറ്റിയൊരു പറ്റാട്ടോ. ഇതിലാകെ 5 റസ്കേ ഉള്ളൂ കേട്ടോ. ഇത് 40 രൂപ. അത് പാക്കറ്റ് കണ്ടപ്പോൾ നോക്കിയില്ലെങ്കിൽ കുറേ ഉണ്ടാവും വിചാരിച്ചു കേട്ടോ. കവറിൽ അങ്ങനെ കണ്ടിട്ട് മേടിച്ചിട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ആപ്പാട് 5 റസ്കേ ഉള്ളൂ കേട്ടോ. 40 രൂപയ്ക്ക് 5 റസ്ക്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. കാരണം അത് 5 ആക്കും ഓരോന്നുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.